ഹലോ, നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ശ്രീ മാത്യു മറ്റത്തിൻ്റെ ആലിപ്പഴം എന്ന നോവലിലേക്ക് കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. അന്ന് ഓശാന ഞായറാഴ്ചയായിരുന്നു. രണ്ടാമത്തെ കുർബാന ആരംഭിച്ചു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദര വിശുദ്ധ പൗലോസ് കൊറിന്തോസുകൾക്ക് എഴുതിയ ലേഖനം അധ്യായം 11 വാക്യം 7 മുതൽ 13 വരെ. പുരുഷൻ ദൈവത്തിൻ്റെ പ്രതിച്ഛായയും മഹിമയുമാകിയാൽ അവൻ പ്രാർത്ഥിക്കുമ്പോൾ തലമൂടരുത്. സ്ത്രീയാകട്ടെ പുരുഷൻ്റെ മഹിമയാണ്. പുരുഷൻ സ്ത്രീയിൽ നിന്നല്ല, സ്ത്രീ പുരുഷനിൽ നിന്നാണ് ഉണ്ടായത്. പുരുഷൻ സൃഷ്ടിക്കപ്പെട്ടത് സ്ത്രീക്ക് വേണ്ടിയല്ല, സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടത് പുരുഷന് വേണ്ടിയാണ്. ദൂതന്മാരെ ആദരിച്ച് വിധേയത്വത്തിൻ്റെ പ്രതീകമായ ശിരോവസ്ത്രം അവൾക്കുണ്ടായിരിക്കട്ടെ. കർത്താവിൽ നിന്നും പുരുഷനും സ്ത്രീയും പരസ്പരം ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. എന്തെന്നാൽ സ്ത്രീ പുരുഷനിൽ നിന്നുണ്ടായതുപോലെ ഇന്ന് പുരുഷൻ സ്ത്രീയിൽ നിന്നും പിറക്കുന്നു. എല്ലാം ദൈവത്തിൽ നിന്നും തന്നെ. സ്ത്രീ തലമറക്കാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഉചിതമാണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുവിൻ. അൽത്താരപാലൻ ലേഖനം വായിച്ചു. സമയം ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങി. ദിവ്യബലി സമാപിക്കാറായി. വൈദികൻ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു കൊടുത്തു. മിനിക്കുട്ടി ഭയഭക്തി ബഹുമാനങ്ങളോടെ വിശുദ്ധ കുർബാന സ്വീകരിച്ചു. കുർബാന കഴിഞ്ഞു. കത്തീഡ്രൽ പള്ളിയിലെ കപ്പ്യാര് ഔസേപ്പച്ചൻ കുരുത്തോലയുമായി നിന്നു. സ്വന്തം പിതാവിൻ്റെ കയ്യിൽ നിന്നും കുരുത്തോല വാങ്ങി മിനിക്കുട്ടി വീട്ടിലേക്ക് നടന്നു. ഔസേപ്പച്ചൻ കത്തീഡ്രൽ പള്ളിയിലെ കപ്പ്യാരായിട്ട് 20 വർഷമായി. ചങ്ങനാശ്ശേരിയിൽ നിന്നും നാടുവിട്ടുവന്ന ഔസേപ്പച്ചൻ 25-ാമത്തെ വയസ്സിൽ കത്തീഡ്രൽ പള്ളിയിൽ കപ്പ്യാരായി. അന്ന് വികാരിയായിരുന്ന ഫാദർ കുര്യാക്കോസ് ഔസേപ്പച്ചൻ്റെ മഠത്തിൽ വേലയ്ക്ക് നിന്നിരുന്ന എലിക്കുട്ടി എന്ന യുവതിയെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. 7 സെൻറ് സ്ഥലവും പള്ളി വക ഒരു വീടും വെച്ചു കൊടുത്തു. മീനച്ചിലാറിൻ്റെ തീരത്താണ് കത്തീഡ്രൽ പള്ളി. ഔസേപ്പച്ചൻ്റെ വീടും ആറ്റുതീരത്താണ്. അയാൾക്ക് 2 പെൺമക്കളുണ്ട്. മൂത്തവള് ത്രേസ്യക്കുട്ടി 20 വയസ്സ്, ഇളയവള് മിനിക്കുട്ടി, അവൾക്ക് 13 വയസ്സ് കഴിഞ്ഞു. നല്ല വളർച്ചയാണ്, പ്രായത്തേക്കാൾ വലിയ വളർച്ച. ആര് കണ്ടാലും അവളെ ഒന്ന് നോക്കും. മുറ്റിത്തഴച്ചു വളരുന്ന മുടി, തുടുത്ത കവിളിണ, കവിത തുളുമ്പുന്ന കരിനീല മിഴികൾ. അവൾക്കധികം ഉയരമില്ല, കൊച്ചു പെണ്ണ്. വില കുറഞ്ഞ മിഡിയൻ ടോപ്പുമാണ് വേഷം. 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഒരു ക്ലാസ്സിലും തോറ്റിട്ടില്ല. പഠിക്കാൻ ബഹുമിടിക്കുകയാണ്. ത്രേസ്യക്കുട്ടി SLCക്ക് തോറ്റുപോയി. അവളെ വീട് പണിയിൽ അമ്മയെ സഹായിക്കുന്നു. കാഴ്ചയ്ക്കും വലിയ തെറ്റില്ല. വീട്ടിൽ പശുക്കളും ആടുകളും ഒക്കെ ഉണ്ട്. പശുക്കറവയുള്ളതുകൊണ്ട് പാല് വിറ്റ് ഒരുവിധം കുടുംബം നടത്തുന്നു. ഔസേപ്പച്ചൻ പള്ളിക്കാര്യമായിട്ട് നടക്കും. വല്ല മാമോദിസയ്ക്കോ കല്യാണത്തിനോ മരിച്ചടക്കിനോ ഒക്കെ അല്പം വല്ലതും കിട്ടും. പിന്നെ പള്ളിയിൽ നിന്നും തുച്ഛമായിട്ടുള്ളൊരു ശമ്പളം. മിനിക്കുട്ടി കുരുത്തോല തിരുകുടുംബത്തിൻ്റെ ചിത്രത്തിന് മുന്നിൽ കൊണ്ടുപോയി വെച്ചു. ആരുടെ ഓലയെ ആദ്യം വാടുന്നതെന്ന് അറിയണം. ആദ്യം വാടുന്ന ഓലയുടെ ഉടമയ്ക്ക് ആയുസ് കുറവാണെന്നാണ് പഴമൊഴി. എൻ്റെ ഓലയെ ആദ്യം വാടൂ, എലിക്കുട്ടി പറഞ്ഞു. ഒന്ന് ചുമ്മാതിരി അമ്മച്ചി, എൻ്റെ ഓല ആദ്യം വാടും. ഈ വീട്ടിൽ ആദ്യം മരിക്കുന്നത് ഞാനായിരിക്കും, മിനിക്കുട്ടി തമാശ രീതിയിൽ പറഞ്ഞു. പെണ്ണേ, ഇന്ന് ഓശാന ഞായറാ, നീ ദൈവത്തിന് നിരക്കാത്തൊന്നും പറയരുത്. ത്രേസ്യക്കുട്ടി അവളെ വഴക്ക് പറഞ്ഞു. മിനിക്കുട്ടി ഡ്രസ്സ് മാറിയ ശേഷം ആൺകുട്ടികളെ കളിപ്പിച്ചുകൊണ്ട് മുറ്റത്തുകൂടെ നടന്നു. അയലത്തെ വീട്ടിലെ കുട്ടികൾ വന്നു. കുറേ നേരം അവരോടൊപ്പം അക്കു കളിച്ചു. വെയിലിൽ നല്ല ചൂട്, കടുത്ത വേനൽ. മീനച്ചിലാറ് വറ്റി വരണ്ടു. കുളങ്ങളും കിണറുകളും വറ്റി. ആറ്റിൽ ഓലി കുത്തിയാണ് എല്ലാവരും വെള്ളം കുടിക്കുന്നത്. സമയം 4 മണി. പെട്ടെന്ന് ആകാശം കറുത്തിരുണ്ടു. തണുത്ത കാറ്റ് ആഞ്ഞു വീശി. മഴപ്പുള്ളുകൾ പറന്നു. കൊള്ളിയാൻ മിന്നി. ഇടിമുഴങ്ങി. മഴ പെയ്യുമെന്ന് ഉറപ്പായി. എല്ലാവർക്കും സന്തോഷമായി. വളരെ കാലമായ ഒരു മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ശക്തമായ കാറ്റ്, പിന്നാലെ മഴ, ഒരു തുള്ളിക്കൊരു കുടം എന്ന രീതിയിൽ. ആലിപ്പഴം പെയ്യാൻ തുടങ്ങി. കുട്ടികളെല്ലാം ആലിപ്പഴം പെറുക്കാൻ മുറ്റത്ത് ചാടി. മിനിക്കുട്ടിയും കൂട്ടുകാരോടൊപ്പം പുതുമഴ നനഞ്ഞ് ആലിപ്പഴം പെറുക്കി ക്ലാസ്സിൽ ശേഖരിച്ചു. മഴ തകർത്തടിച്ചു പെയ്തു. എല്ലാവരുടെയും മനസ്സ് കുളിർത്തു. മഴ നനഞ്ഞപ്പോൾ മിനിക്കുട്ടിയുടെ ഉടയാടകൾ വെളുത്ത മൃദുലമായ മേനിയിലേക്ക് ഒട്ടിച്ചേർന്നു. ആലിപ്പഴം പെറുക്കി ഓടി നടന്ന മിനിക്കുട്ടി പെട്ടെന്ന് നിന്നു. അവൾക്ക് ആകപ്പാടെ ഒരു വല്ലായ്മ. അടിവയറ്റിലൊരു വേദന സഹിക്കാൻ വയ്യ.
അവൾ തിണ്ണയിലേക്ക് കയറിയിരുന്നു. മഴ നിലച്ചു. അയ്യോ അമ്മേ, മിനിക്കുട്ടി. എന്തുറ്റി മോളെ? വയറ്റിൽ വലിയ വേദന. ചൂട് പിടിക്കണോ? മഴ നനഞ്ഞിട്ടായിരിക്കും. പെട്ടെന്ന് അവൾ തല നിവർത്തി ഡ്രസ്സ് മാറി. വയറുവേദന മാറുന്നില്ല. മറപ്പുരയിലേക്കൊന്ന് പോകണമെന്ന് തോന്നി അവൾക്ക്. അവൾ പോയി. ഏലിക്കുട്ടി മിനിയുടെ അടുത്തേക്ക് ചെന്നു. എന്താ മോളെ? അമ്മ രക്തം. അത് പറഞ്ഞപ്പോൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കയ്യോ കാലം മുറിഞ്ഞോ? ഇല്ല. പിന്നെ? അത് പറയാൻ അവൾക്ക് നാണം. ഏലിക്കുട്ടിക്ക് കാര്യം മനസ്സിലായി. സാരമില്ല മോൾ, പേടിക്കാനൊന്നുമില്ല. പെണ്ണുങ്ങളായാലേ ഇങ്ങനെ ഉണ്ടാവും. ഏലിക്കുട്ടി മകളെ അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി. വേണ്ടത് ചെയ്തു. അങ്ങനെ ഓശാന ഞായറാഴ്ച ആലിപ്പഴം പെയ്ത മഴയത്ത് മിനിക്കുട്ടി രജസ്വലയായി. അവൾക്കാകപ്പാടെ ഒരു നാണം. പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇളം പ്രായത്തിൽ തന്നെ ഇങ്ങനെ സംഭവിച്ചതിൽ ഒരു സംഭ്രമം. ഇപ്പോൾ മിനിക്കുട്ടിക്ക് ഭയമില്ല. കാര്യങ്ങളുടെ പോക്ക് അവൾക്ക് മനസ്സിലായി. അന്ന് രാത്രി കിടന്നപ്പോൾ അവൾക്ക് ഒരു നേരിയ വയറ്റുവേദന ഉണ്ടായിരുന്നു. അവൾ കമഴ്ന്ന് കിടന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. പെസഹ വേഴയുടെ തലേദിവസമായിരുന്നു. സമയം ഏകദേശം 2 മണി. മിനിക്കുട്ടിയുടെ വീടിനടുത്ത് തറപ്പേൽ ചാക്കേച്ചേട്ടനൊരു വാടക വീടുണ്ട്. അവിടെ ആരോ പുതിയതായിട്ട് താമസത്തിനെത്തിയിരിക്കുന്നു. കൊച്ചു വീടാണിത്. 2 മുറിയും അടുക്കളയും. നേരത്തെ അവിടെ ഒരു പോലീസുകാരനായിരുന്നു താമസം. അയാൾക്ക് പാല് കൊടുത്തിരുന്നത് മിനിക്കുട്ടിയുടെ വീട്ടിൽ നിന്നായിരുന്നു. 1 മാസം മുമ്പ് അയാൾ സ്ഥലം മാറിപ്പോയി. ആ ഭാഗം മുഴുവൻ അടുത്തടുത്ത വീടുകളാണ്. പുതിയ താമസക്കാരനെ എല്ലാവരും ശ്രദ്ധിച്ചു. സ്ത്രീകളാരുമില്ല, കുട്ടികളുമില്ല. ഒരു ചെറുപ്പക്കാരൻ മാത്രം. അയാളെ ജനലും കതകും എല്ലാം തുറന്നിടും. അല്പം കഴിഞ്ഞപ്പോൾ ഒരു ബക്കറ്റും എടുത്ത് വെള്ളത്തിന് പോയി. ഏകദേശം 24 വയസ്സ് തോന്നിക്കും. ചുരുണ്ട മുടി, ഇരുനിറം, ഓക്കുമരം കടഞ്ഞെടുത്ത പോലുള്ള ശരീരം, കനം കുറഞ്ഞ മേൽമീശ. മുഖത്തത്ര വലിയ ഗൗരവമൊന്നുമില്ല. ഒരു പ്രസന്നഭാവം. ചുണ്ടിൽ നേരിയ പുഞ്ചിരി, നീണ്ട മൂക്ക്, ചെറിയ കണ്ണുകൾ. ആളൊരു യോഗ്യനാണ്, സുന്ദരനാണ്. ബക്കറ്റിൽ വെള്ളവുമായിട്ട് അയാൾ തിണ്ണയിലേക്ക് കയറി. ഔസേപ്പച്ചനും മേലിക്കുട്ടിയും തൻ്റെ തിണ്ണയിലിരിപ്പുണ്ടായിരുന്നു. ദേ പുതിയ താമസക്കാരനാ. നിങ്ങൾ ഒന്നങ്ങോട്ട് ചെല്ലി. അയാളോട് പാല് വേണമെന്ന് ചോദിക്കി. ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. ഔസേപ്പച്ചൻ പുതിയ താമസക്കാരൻ്റെ വീട്ടിലേക്ക് പോയി. ഔസേപ്പച്ചനെ കണ്ട ഉടനെ ചെറുപ്പക്കാരനൊന്ന് ചിരിച്ചു. എവിടെ വീട്? ഔസേപ്പച്ചൻ ചോദിച്ചു. വീടൊന്നുമില്ല. എന്താ പേര്? പ്രിൻസ്. ജോലി? ഞാനൊരു ആർട്ടിസ്റ്റാണ്. അത് ശരി. ഞാനിവിടെ അടുത്ത താമസക്കാരനാണ്. കത്രിയുടെ പള്ളിയിലെ കപ്പിയരാണ്. പേര് ഔസേപ്പച്ചൻ. ഞങ്ങൾക്ക് പശുക്കറവയുണ്ട്. പാല് വേണമെന്നറിയാൻ വന്നതാ. പാല് വേണം. രാവിലെ അരക്കുപ്പി, വൈകിട്ട് അരക്കുപ്പി. ശരി, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ഔസേപ്പച്ചൻ നടന്നകന്നു. മണി 4 ഏലിക്കുട്ടി പശുവിനെ കറന്നു. പുതിയ താമസക്കാരന് കൊടുക്കാൻ പാല് കുപ്പിയിൽ നിറച്ചു. മിനിക്കുട്ടി. എന്തോ? ഈ പാല് കൊണ്ടുപോയി അയാൾക്ക് കൊടുക്ക്. മിനിക്കുട്ടി പാലുമായിട്ട് പുതിയ താമസക്കാരൻ്റെ വീട്ടിലെത്തി. സാറേ പാല്. ഒരു യുവതിയുടെ പടം വരച്ചുകൊണ്ടിരുന്ന പ്രിൻസ് വെളിയിലേക്ക് ഇറങ്ങി വന്നു. പാലുമായി നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ടപ്പോൾ അയാൾ ഒരു നിമിഷം അതിശയിച്ചു നിന്നു. ഇവളൊരു അഴകിൻ്റെ അപ്സരസാണല്ലോ. ഇവളുടെ ഒരു ചിത്രം വരയ്ക്കണം. ഈ കണ്ണുകൾ, ഈ ചുണ്ടുകൾ, ഈ പുരുക്കങ്ങൾ എത്ര മനോഹരമായിരിക്കുന്നു. സാർ പാല്. അയാൾ പെട്ടെന്ന് ചിന്തയിൽ നിന്നും ഉണർന്ന ശേഷം പാല് വാങ്ങി. എന്തോ പേര്? മിനിക്കുട്ടി. എത്രയിലാണ് പഠിക്കുന്നത്? 9. ആ കൊച്ചു സുന്ദരിയെ കണ്ടപ്പോൾ കലാകാരൻ്റെ മനസ്സിൽ 1000 വർണ്ണചിത്രങ്ങൾ തെളിഞ്ഞു. മിനിക്കുട്ടി കയറി വരൂ. അവൾ മടിച്ചു നിന്നു. വരൂ. എനിക്ക് മിനിക്കുട്ടിയുടെ ഒരു പടം വരയ്ക്കണം. എൻ്റെ പടം? ആഹാ, സാറ് പടം വരയ്ക്കുമോ? പിന്നെ പടം വരയാണ് എൻ്റെ ജോലി. ഇത് കണ്ടോ, ഇതെല്ലാം ഞാൻ വരച്ച ചിത്രങ്ങളാണ്. അയാൾ മിനിക്കുട്ടിയെ ചിത്രങ്ങളെല്ലാം കാണിച്ചു. ഹായ്, നല്ല ചിത്രങ്ങൾ. കാണാൻ എന്ത് രസമാണ്. മിനിക്കുട്ടി ഇവിടെ ഒന്നിരുന്നേ. എന്തിനാ സാർ? നാളെ വരുമ്പോൾ മിനിക്കുട്ടിയുടെ പടം വരച്ച് ഞാൻ തന്നുവിടാം. നേരോ? അയാൾ അവളെ പിടിച്ച് കസേരയിലിരുത്തി. അവളുടെ മുഖത്ത് നോക്കി ചിത്രത്തിന് സ്കെച്ചിട്ടു. ഞാൻ പോട്ടെ, സമയം ഒത്തിരിയായി. അമ്മ വഴക്കു പറയും. പ്രിൻസ് പെട്ടെന്ന് പാലൊഴിച്ച ശേഷം കുപ്പി തിരികെ കൊടുത്തു. നാളെ വരുമ്പോൾ പടം തരുമോ? മിനിക്കുട്ടി ചോദിച്ചു. തരാം. ഞാൻ പോട്ടെ. അവൾ നടന്നകന്നു. പ്രിൻസ് ആ കിളുന്നു പെണ്ണിൻ്റെ മാദക സൗന്ദര്യത്തിൽ മയങ്ങി നിന്നു. അന്ന് രാത്രിയിൽ ഉറക്കം ഉപേക്ഷിച്ചവൻ ആ കൊച്ചു സുന്ദരിയുടെ ചിത്രം പൂർത്തിയാക്കി. പിറ്റേന്ന് മിനിക്കുട്ടി പാലുമായിട്ട് വന്നപ്പോൾ പ്രിൻസ് അവളുടെ കയ്യിൽ ചിത്രം കൊടുത്തു. ഇത് ഞാനാണോ? ഹൈ, നന്നായിരിക്കുന്നല്ലോ.
ഞാനിത് കൊണ്ടുപോയിക്കോട്ടെ, എല്ലാവരെയും ഒന്ന് കാണിക്കണം. തിരികെ കൊണ്ടുവരണം കേട്ടോ. മിനിക്കുട്ടി എല്ലാവരെയും പടം കാണിച്ചു. എല്ലാവർക്കും അവളുടെ പടം ഇഷ്ടമായി. അന്ന് പെസഹ വ്യാഴാഴ്ചയായിരുന്നു. ക്രൈസ്തവ കുടുംബങ്ങളിലെല്ലാം അപ്പം പുഴുങ്ങുന്ന തിരക്ക്. സന്ധ്യയായപ്പോൾ പട വായിക്കാൻ തുടങ്ങി. പ്രിൻസ് തിണ്ണയിലിറങ്ങിയിരുന്നു. കാട്ടുകോഴി കണ്ട ഓണവും സംക്രാന്തിയും. അനാഥയായ തനിക്ക് പെസഹ വ്യാഴാഴ്ചയില്ല, നോയമ്പ് വീടലുമില്ല. മിനിക്കുട്ടി അവളൊരു സുന്ദരിയാണ്. അവളുടെ ചിത്രം വെച്ച് താൻ കാശുണ്ടാക്കും. ആ കൊച്ചു പെൺകുട്ടി അയാളുടെ ആത്മാവിൽ ഓളങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അവളുടെ സൗന്ദര്യം ആ കലാകാരനെ ഒരു കിറുക്കനാക്കി മാറ്റി. അവളെ കണ്ടപ്പോഴൊക്കെ അയാളിലെ ദുഷ്ചിന്തകൾ തലയുയർത്തി. അവളെ രാവിലെയും വൈകിട്ടും പാലുമായിട്ട് അവിടെ എത്തും. പ്രിൻസ് അവളുമായിട്ട് വളരെ നേരം സംസാരിക്കും. മിനിക്കുട്ടിയുടെ വലത്തെ കവളുടെ മറുകിലേക്ക് തന്നെ അയാൾ സൂക്ഷിച്ചു നോക്കി. മിനിക്കുട്ടി, ഇത് ഭാഗ്യമറുകാണ് കേട്ടോ. അവളൊന്ന് ഊറിച്ചിരിച്ച ശേഷം നടന്നകന്നു. ദുഃഖ വെള്ളിയാഴ്ചയും ദുഃഖശനിയും കഴിഞ്ഞ് ഉയർപ്പിൻ്റെ ഞായറാഴ്ച. ലോകരക്ഷകനായ ക്രിസ്തുദേവൻ മരണത്തെ കീഴടക്കി ഉയർത്തെണീറ്റ ദിവസം. മീനച്ചിലാറിൻ്റെ തീരത്തുള്ള കൊച്ചുപട്ടണം മുഴുവൻ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുകയാണ്. എവിടെയും ആനന്ദത്തിൻ്റെ നിമിഷങ്ങളാണ്. എല്ലാവരും കുടിച്ചും തിന്നും നോയമ്പ് വെട്ടി. മദ്യത്തിൻ്റെയും മാംസത്തിൻ്റെയും ഗന്ധം. കൊച്ചുകുട്ടികൾ പാട്ടുപാടി നൃത്തം ചവിട്ടി. ചിലർ കുടിച്ചു ലക്കില്ലാതെ നടക്കുന്നു. ഞായറാഴ്ച 4 മണി. അന്ന് മാനത്ത് മഴക്കാറുകൾ നിരന്നു. കാറ്റാഞ്ഞു വീശി. മഴയ്ക്കുള്ള വട്ടം കൂട്ടലുകൾ മാനത്ത് നടക്കുന്നുണ്ട്. മിനിക്കുട്ടി പാലുമായിട്ട് പ്രിൻസിൻ്റെ വീട്ടിലെത്തി. കൊള്ളിയാൻ മിന്നി. ഇടിമുഴങ്ങി. മഴ ഇരമ്പിയാർത്ത് പെയ്തു. തിണ്ണയിലേക്ക് ഈറിനടിച്ച് കയറി. മിനിക്കുട്ടി, അവിടെ നിന്നാൽ നനയും, അകത്തേക്ക് വരൂ. മിനിക്കുട്ടി അകത്തേക്ക് കയറി. വെളിയിലെ മഴ തകർത്തടിച്ച് പെയ്തു. പടപട ശബ്ദത്തിൽ അന്നത്തെ മഴയത്തും ആലിപ്പഴം വീണു. അകത്ത് കയറി നിന്ന മിനിക്കുട്ടിയെ കണ്ടപ്പോൾ പ്രിൻസിൻ്റെ മനസ്സിളകി. അയാളുടെ വികാരം സടകുടഞ്ഞെഴുന്നേറ്റു. അവളുടെ സൗന്ദര്യം അയാളെ ഉന്മാദനാക്കിയിരുന്നു. അയാളെ പെട്ടെന്ന് കഥകടിച്ച് കുറ്റിയിട്ടു. മിനിക്കുട്ടി, അയാൾ അവളുടെ കയ്യിൽ പിടിച്ചു. കവിളിൽ നുള്ളി. പിന്നെ അവളെ അമർത്തി ചുംബിച്ചു. അവളൊന്നും അറിയാതെ അയാളെ തറപ്പിച്ച് നോക്കി. അയാൾ അവളെ കോരിയെടുത്ത് കട്ടിലേക്കിട്ടു. സാറല്ല, വിടാനാണ് പറഞ്ഞത്. എനിക്ക് ഈ വീട്ടിൽ പോകണം. അമ്മേ, അവളെ നീട്ടി നിലവിളിക്കാൻ നോക്കി. അയാൾ അവളുടെ വായും മൂക്കും പൊത്തിപ്പിടിച്ചു. പിന്നെ ഒരു വ്യാഘ്രത്തെപ്പോലെ അയാൾ അവളുടെ മേൽ ചാടി വീണു. ശബ്ദിച്ചാൽ കൊന്നുകളയുമെന്ന് അയാൾ ഭീഷണിപ്പെടുത്തി. പിന്നെ എല്ലാം നിശ്ചലം. മഴ അപ്പോഴും തകർത്തടിച്ച് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അധ്യായം 2. ആകാശം പിളരും വിധം കൊള്ളിയാൻ മിന്നി. ശക്തിയായ ഇടിമുഴക്കം. മഴയുടെ ശബ്ദം വർദ്ധിച്ചു. വറ്റി വരണ്ട നദിയിലെ ജലപ്രവാഹം, ചെമ്മണ്ണിൻ്റെ നിറം കലർന്ന വെള്ളം. കാറ്റ് ആഞ്ഞു വീശി. വൃക്ഷച്ചില്ലകൾ ഉലഞ്ഞു. മിനിക്കുട്ടി അയാളുടെ കരങ്ങൾക്കുള്ളിൽ കിടന്ന് പിടഞ്ഞു. അവളെ രക്ഷപ്പെടാനാവാതെ കൈകാലിട്ടടിച്ചു. ഉടയാടകൾ ദേഹത്തു നിന്നും വഴുതി മാറി. കൈ അയച്ചാൽ അവൾ ബഹളം വെക്കുമെന്ന് അയാൾക്കറിയാം. അവളുടെ വായും മൂക്കും അയാൾ കൃത്യമായി ശക്തിയായും അമർത്തിപ്പിടിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ അവളുടെ ബോധം മറഞ്ഞുപോയി. അയാൾ അവളുടെ മുഖത്തു നിന്നും കൈകൾ വലിച്ചു. കാമവറി കൊണ്ട കാട്ടാളൻ ആ നദാംഗിയെ അതിക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തു. അയാളുടെ താളം തെറ്റിയ ചുടുനിശ്വാസങ്ങൾ മുറിക്കുള്ളിൽ തങ്ങി നിന്നു. നിമിഷങ്ങളോളം നീണ്ടു നിന്ന വീഴ്ച. അയാളുടെ കാമം കെട്ടടങ്ങി. നെടുവീർപ്പിലെ നിമിഷങ്ങൾ. അയാൾ കട്ടിൽ നിന്നും ചാടി എഴുന്നേറ്റു. മിനിക്കുട്ടി എപ്പോഴും അബോധാവസ്ഥയിലായിരുന്നു. പ്രിൻസിന് പരിഭ്രമമായി. ആരെങ്കിലും വന്നാലോ? അയാൾ അവളുടെ സ്ഥാനം തെറ്റിക്കിടന്ന വസ്ത്രങ്ങൾ വലിച്ചിട്ടു. ഇനി എന്താ ചെയ്യുന്നത്? പെണ്ണിന് ബോധം വന്നില്ലല്ലോ. എന്താ ചെയ്യുക? ആരെങ്കിലും വന്നാൽ മിനിക്കുട്ടി പെട്ടെന്ന് തലകർക്കുമെന്ന് കിടന്നതാണെന്ന് പറയാം. മഴ ക്ഷമിച്ചിട്ടില്ല. അയാളൊരു ബീഡിക്ക് തീ കൊളുത്തി. പുക അയാളുടെ ശിരസിന് മുകളിൽ വട്ടം കറങ്ങി. നിമിഷങ്ങൾ പിന്നെയും കടന്നുപോയി. ഭൂമി കുലുങ്ങുമാർ ഉച്ചത്തിൽ ഇടിമുഴങ്ങിക്കൊണ്ടേയിരുന്നു. മിനിക്കുട്ടി മെല്ലെ കണ്ണു തുറന്നു. ഒരു നവജാത ശിശുവിനെ പോലെ അവളുടെ കണ്ണുകൾ വട്ടം കറങ്ങി. ദേഹമാസകലം വേദനിക്കുന്നു. മിനിക്കുട്ടി, മിനിക്കുട്ടി, അയാൾ മെല്ലെ വിളിച്ചു. അവൾ കരയാൻ തുടങ്ങി. മിനിക്കുട്ടി, എഴുന്നേൽക്ക്. അയാൾ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്നെ തുടരുത്. അവൾ അയാളുടെ കൈകൾ തട്ടിമാറ്റി. അവൾ മെല്ലെ എഴുന്നേറ്റു. നെഞ്ചു വേദനിക്കുന്നു. അവളുടെ മിഴിയും ടോപ്പുമൊക്കെ കീറിപ്പറിഞ്ഞിരിക്കുന്നു. നടക്കാൻ പോയിട്ട് കാലുകൾ നിലത്തുറയ്ക്കുന്നില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു. അവൾ അതിരൂക്ഷമായിട്ട് അയാളെ നോക്കി. ആ നോട്ടം അയാളെ ഭയപ്പെടുത്തി. മിനിക്കുട്ടി,
ഇവിടെ നടന്ന സംഭവം ആരും അറിയരുത്. ആരോടെങ്കിലും നീ ഇത് പറഞ്ഞാൽ അന്ന് നിന്നെ ഞാൻ കൊല്ലും. ഇതുണ്ടോ, ഈ കത്തി നിൻ്റെ നെഞ്ചിൽ ഞാൻ കുത്തിയിറക്കും. കണ്ണീര് തുടക്കി. അവൾ പേടിച്ച് വിറച്ച് മിഴിയുടെ ആഗ്രഹം കൊണ്ട് മുഖം തുറച്ചു. പറഞ്ഞത് കേട്ടല്ലോ, ഈ വിവരം ആരും അറിയരുത്. അവൾ നിസ്സഹായയായി അയാൾ പറഞ്ഞതനുസരിച്ചു. മഴ നിലച്ചു, മാനം തെളിഞ്ഞു. അയാൾ കതക് തുറന്നു കൊടുത്തു. അവൾ പാലിൻ്റെ കുപ്പി പോലും എടുക്കാതെ വെളിയിലേക്ക് ഇറങ്ങി. മിനിക്കുട്ടി കുപ്പി. അവളത് കേട്ടതായിട്ട് ഭാവിച്ചില്ല. തിരിഞ്ഞു പോലും നോക്കാതെ അവൾ ഇടറിയ കാലുമായിട്ട് മുമ്പോട്ട് നടന്നു. മിനിക്കുട്ടി അകലെ നിന്നും വരുന്നത് ഏലിക്കുട്ടിയും ഔസേപ്പച്ചനും കണ്ടു. അവളുടെ നടപ്പും പരവും കണ്ടപ്പോൾ എന്തോ പന്തികേടുണ്ടെന്ന് ഏലിക്കുട്ടിക്ക് മനസ്സിലായി. മിനിക്കുട്ടിയുടെ മുടി അഴിഞ്ഞൊളിഞ്ഞ് കിടക്കുന്നു. അവൾ വേച്ച് തിണയിൽ കയറി. ഏലിക്കുട്ടിയെ കണ്ട ഉടനെ അവൾ പൊട്ടിക്കരഞ്ഞു. മിനിക്കുട്ടി, എന്തൊറ്റി മോളെ? അവൾ ഏങ്ങലടിച്ച് കരഞ്ഞു. എന്തൊറ്റി മോളെ? എല്ലാവർക്കും പരിഭ്രമമായി. മിനിക്കുട്ടി സംഭവം മുഴുവൻ അമ്മയോട് പറഞ്ഞു. അത് കേട്ട് ഞെട്ടി വിറച്ചു. ഏലിക്കുട്ടി ഔസേപ്പച്ചനോട് വിവരം പറഞ്ഞപ്പോൾ ഒരു ഭദ്രകാളിയെ പോലെ അയാൾ വെളിയിലേക്ക് ചാടി. അയൽക്കാരെല്ലാം വിവരങ്ങൾ പറഞ്ഞു. ആൾക്കാർ ശുഭിതരായി. ആഹാ, അവൻ അത്രയ്ക്കായോ? അവൻ ഇപ്പം തന്നെ കാച്ചിക്കൊല്ലണം. പീറ്ററും സ്റ്റീഫനും മൗദയുമെല്ലാം കല്ലും കുറുവടിയുമായി കലാകാരൻ്റെ വീട്ടിലേക്ക് പാഞ്ഞു. ചെറുപ്പക്കാരെല്ലാം മദ്യപിച്ച് മതോന്മാത്തരായിരുന്നു. സ്ത്രീകളും പുരുഷന്മാരും ആ വീട്ടിലേക്ക് ചീറിയെടുത്തു. എവിടാ അവൻ? കള്ളക്കഴുവേറി ഇറങ്ങി വാടാ! പ്രിൻസ് ഞെട്ടിവിറച്ചു. അയാൾ കഥകടച്ച് കുറ്റിയിട്ടു. തുറക്കട കറക്! പ്രിൻസ് ആലില പോലെ വിറച്ചു. ചെറുപ്പക്കാർ കഥക് ചവിട്ടി തുറന്ന് അകത്ത് കയറി. കൊല്ലവനെ, ഇങ്ങോട്ട് ഇറങ്ങടാ! ആൾക്കാരയാളെ വെളിയിലേക്ക് തത്തിച്ചു. അടിയും ഇടിയും തൊഴിയുമേറ്റ അയാൾ പിടഞ്ഞു. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, ക്ഷമിക്കണം. എന്നെ ഒന്നും ഇനി ചെയ്യരുത്. നിൻ്റെ എല്ല് ഞങ്ങൾ വരും. ഞങ്ങളുടെ മെനിക്കുട്ടിയെ നീ നശിപ്പിച്ചല്ലോടാ. നിനക്കുമില്ലേടാ പെങ്ങന്മാർ? നീയാണോ എരപ്പാളി കലാകാരൻ? കൊടുക്കടാ പീറ്റർ അവനിട്ട്, ഒരുത്തൻ വിളിച്ചു പറഞ്ഞു. അവനെ ചങ്കിടിച്ച് പറിക്കടാ. അടി, ശക്തമായിട്ടുള്ള ഇടി. അയ്യോ, എൻ്റെ അയ്യോ എന്ന്. എന്നെ ഇനിയൊന്നും ചെയ്യരുതേ, ഞാൻ മരിച്ചു പോകും. നിന്നെ ഞങ്ങൾ ശവമാക്കൂടാ. പ്രിൻസ് പെട്ടെന്ന് അവരുടെ പിടിയിൽ നിന്നും വെളിയിൽ ചാടി ഓടി. വിടരുതവനെ, പിടിയവനെ! ആൾക്കാരെ പുറകെ ഓടി. പ്രിൻസ് ആറ്റിലെടുത്ത് ചാടി. മണൽപ്പരപ്പിലൂടെ ആവുന്നത്ര വേഗത്തിലോടി. സ്റ്റീഫൻ ഒരു കല്ലെടുത്ത് ഒരേറ്. തലക്കേറ് കൊണ്ട് അയാൾ ആറ്റുതീരത്ത് കമന്ന് വീണു. എല്ലാവരും കൂടെ ചേർന്ന് അയാളെ പൊക്കിയെടുത്ത് മിനിക്കുട്ടിയുടെ വീടിൻ്റെ മുറ്റത്ത് കൊണ്ടുവന്നു. കൊണ്ടുവരണടാ കയറ്! ഒരാളെ പെട്ടെന്നൊരു കയറ് കൊണ്ടുവന്നു. മിനിക്കുട്ടിയുടെ വീടിൻ്റെ മുറ്റത്തുനിന്നും തൈത്തെങ്ങിൽ അയാളെ പിടിച്ചു കെട്ടി. പിള്ളേരെ, ഇനി ഇവരൊന്നും ചെയ്യണ്ട. നിങ്ങളെല്ലാവരും കൂടി കൈവച്ചാൽ അവൻ കാഞ്ഞു പോവും. എത്രയും പെട്ടെന്ന് അവനെ പോലീസിനെ ഏൽപ്പിച്ചേര്. ഒരു കാരണവർ പറഞ്ഞു. നമുക്ക് കൗൺസിലറെ വിളിപ്പിക്കാം. അവരുടെ വാർഡിലെ മുനിസിപ്പൽ കൗൺസിലറാണ് അന്തപ്പൻ. കുറച്ച് ആൾക്കാർ പോയി അന്തപ്പനെ വിളിച്ചുകൊണ്ടുവന്നു. അന്തപ്പൻ അയാളെ സൂക്ഷിച്ചൊന്ന് നോക്കി. അയാളുടെ നെറ്റി പൊടിഞ്ഞ് രക്തമൊലിക്കുന്നുണ്ട്. നെറ്റി മുഴിച്ചിട്ടുണ്ട്. എന്താ വാടാ നിൻ്റെ പേര്? അന്തപ്പൻ ചോദിച്ചു. പ്രിൻസ്. നിൻ്റെ വീട് എവിടാ? എനിക്ക് വീടൊന്നുമില്ല. ഞാനൊരു അനാഥനാണ്. എറണാകുളത്തുള്ളൊരു അനാഥശാലയിലാണ് ഞാൻ വളർന്നത്. ഇവിടെ എങ്ങനെ വന്നു? ഒരച്ഛൻ്റെ ഇടപാടിൽ പടം വരയ്ക്കാൻ വന്നതാ. ഏതച്ഛൻ? പുത്തമ്പള്ളിയിലെ വികാരി, ഫാദർ ജെയിംസ്. അഹോ, ഇച്ചിരിയില്ലാത്ത പെൺകൊച്ചിനെ കയറി ബലാത്സംഗം ചെയ്യാൻ അച്ഛൻ പറഞ്ഞോടാ. അയാൾ കുറ്റബോധത്തോടെ ശിരസ് നമിച്ചു നിന്നു. നിനക്കെന്നാ തൊഴിൽ? ഞാനൊരു ആർട്ടിസ്റ്റാണ്. പൊന്നാങ്കിയിലൊരു ആർട്ടിസ്റ്റ്. തെണ്ടി! അന്തപ്പന അയാളുടെ അടുത്തു നിന്നൊരു തുപ്പ്. ഇവനെ വെറുതെ വിട്ടാലൊക്കെ അല്ല. നമുക്ക് ഇവനെ പോലീസിനെ ഏൽപ്പിക്കണം. സാർ, എനിക്ക് മാപ്പ് തരണം. എന്നെ പോലീസിൽ ഏൽപ്പിക്കരുത്. എടാ കലാകാര, നിനക്ക് കൊച്ചു പെണ്ണിനെയല്ല, അല്പം പ്രായമുള്ള ഒരു പെണ്ണിനെ തരാം. നിൻ്റെ വികാരം ക്ഷമിച്ചില്ലെങ്കിൽ നാടിനാപത്താ. ഇവനെ സൂക്ഷിച്ചോണം. ഞാൻ പോലീസിലേക്ക് ഫോൺ ചെയ്തിട്ട് വരാം. അന്തപ്പായി പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തു. SI സ്ഥലത്തില്ല. കൊല്ലംപള്ളിയിലെ കൊലപാതകം നടന്നിരുന്നു. സർക്കിളും സ്ഥലത്തില്ല. രണ്ടുപേരും അങ്ങോട്ട് പോയിരിക്കുകയാണ്. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പോലീസ് ജീപ്പ് പാഞ്ഞെത്തി. ഒരു ഹെഡ് കോൺസ്റ്റബിളും 2 പോലീസുകാരും ജീപ്പിൽ നിന്നിറങ്ങി. തിങ്ങിക്കൂടി നിന്ന് ജനത്തെ പോലീസ് മാറ്റി നിർത്തി. പോലീസ് പ്രതിയെ ചോദ്യം ചെയ്തു. ഇവനെ കെട്ടഴിക്ക്. ആൾക്കാർ അവൻ്റെ കെട്ടഴിച്ചു വിട്ടു. കയറണ വണ്ടിയിലേക്ക്. പോലീസ് അയാളെ ജീപ്പിലേക്ക് തത്തിച്ചു. കുട്ടിയുടെ പേരെന്താ? മിനിക്കുട്ടി. ഈ കുട്ടിയും കൂടെ കൊണ്ടുപോകണം. ബലാത്സംഗം നടന്നിട്ടുണ്ടോ എന്ന് മെഡിക്കൽ ചെക്കപ്പ് ചെയ്യണം. രക്ഷകർത്താക്കളും വരണം. പെട്ടെന്ന് ഏലിക്കുട്ടിയും ഔസേപ്പച്ചനും ഒരുങ്ങി മിനിക്കുട്ടിയും കൊണ്ട് ജീപ്പിൽ കയറി. പോലീസ് ജീപ്പ് സ്റ്റേഷനിലേക്ക് മെല്ലെ നീങ്ങി. സമയം സന്ധ്യ മയങ്ങി. കത്തീഡ്രൽ പള്ളിയുടെ സമീപത്തെത്തിയപ്പോൾ പോലീസ് ജീപ്പിൻ്റെ ബാക്കിലെ ടയർ പഞ്ചറായി.
വണ്ടി പെട്ടെന്ന് നിന്നു. പോലീസുകാർ ജീപ്പിന് വെളിയിലിറങ്ങി. ദാസപ്പാ, സ്റ്റേഷൻ വരെ പോവോ? സാറേ, പുതിയ ടയറാ, ഉടഞ്ഞു പോവോ? ഡ്രൈവർ പറഞ്ഞു. പോലീസുകാർ ജീപ്പിൻ്റെ മുമ്പിൽ സംസാരിച്ചുകൊണ്ട് നിന്നു. ഈ തക്കം നോക്കി പ്രിൻസ് ജീപ്പിൽ നിന്ന് ചാടിയിറങ്ങി റബ്ബർ തോട്ടത്തിലൂടെ ഓടി. പോലീസ് പിന്നാലെ പാഞ്ഞു. പ്രാണരക്ഷാർത്ഥമുള്ള ഓട്ടമാണ് അയാളുടേത്. ഇടയ്ക്കിടെ അയാൾ തിരിഞ്ഞു നോക്കുന്നുണ്ട്. പോലീസ് വളരെ പിന്നിലാണ്. ഓടി ഓടി അയാൾ തളർന്നു. അവസാനം അയാളൊരു കെട്ടിടത്തിലേക്ക് ഓടിക്കയറി. അതൊരു കന്യാസ്ത്രീ മഠമായിരുന്നു. അയാൾ ഓടിക്കയറിയത് മദറിൻ്റെ മുറിയിലേക്കാണ്. മദർ അന്തം വിട്ട് നിന്നു. അവർ ബഹളം വെക്കാൻ തുടങ്ങിയപ്പോഴേക്കും അയാൾ അവരുടെ വായി പൊത്തിപ്പിടിച്ചു. പിന്നെ ഞൊടിയിടയിൽ മുറിയുടെ കതകടച്ച് കുറ്റിയിട്ടു. മദറിൻ്റെ ദേഹം കിലുകില വിറച്ചു. കതകടഞ്ഞപ്പോൾ അവരുടെ ഭയം ഇരട്ടിച്ചു. ഇവൻ കൊള്ളക്കാരനാണ്, എന്തു വേണമെങ്കിലും കൊള്ളയടിച്ചോട്ടെ, ജീവൻ തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. പ്രിൻസ് അവരെ തുറിച്ചു നോക്കി നിന്നു. എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാ. രണ്ടുപേരും നിമിഷങ്ങളോളം നോക്കി നിന്നു. പെട്ടെന്ന് മദറിനൊരു ബുദ്ധി തോന്നി. ഇവനാവശ്യം പണമായിരിക്കുമല്ലോ. അവർ പെട്ടെന്ന് സേഫിൻ്റെ താക്കോലെടുത്ത് അയാളുടെ നേർക്ക് നീട്ടി. ദയവേദിട്ട് എന്നെ ഒന്നും ചെയ്യരുത്, ഇവിടെയുള്ള അത്രയും പണം എടുത്തുള്ളൂ. സിസ്റ്റർ, ഞാനൊരു കള്ളക്കാരനോ കൊള്ളക്കാരനോ ഒന്നല്ല. ദയവേത് നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. 1-2 മണിക്കൂർ നേരം എന്നെ ഇവിടെ നിന്ന് നിൽക്കാൻ അനുവദിക്കണം. ഞാനൊരു തെറ്റ് ചെയ്തുപോയി. ഒരു ദുർബല നിമിഷത്തിൽ എനിക്കൊരു തെറ്റ് ചെയ്യേണ്ടി വന്നു. പോലീസിനെ തപ്പി വെളിയിൽ റോന്തിട്ടുകയാണ്. ക്രിസ്തുവിനെ ഓർത്ത് എന്നെ പോലീസിൽ ഏൽപ്പിക്കരുത്. ക്ഷമിക്കാനാവാത്ത തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് എനിക്കറിയാം. ആരറിഞ്ഞാലും എനിക്ക് മാപ്പ് വരില്ല. ഞാനൊരു 13 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തു സിസ്റ്റർ. അവളുടെ സൗന്ദര്യം എന്നെ ഒരു കിറുക്കനാക്കി മാറ്റി. അവളെ കണ്ടപ്പോൾ എൻ്റെ വികാരം എന്നെ ഒരു മൃഗമാക്കി മാറ്റി. ഇന്ന് വരെ മനഃപൂർവ്വം ഒരു തെറ്റും ചെയ്യാത്തവനാണ് സിസ്റ്റർ ഞാൻ. ക്രൂശിതനായ ക്രിസ്തുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നടന്നവനാണ് ഞാൻ. എനിക്ക് ആരുമില്ല സിസ്റ്റർ. ഞാനൊരു അനാഥനാണ്. പഠിച്ചതും വളർന്നതുമെല്ലാം അനാഥാലയത്തിൽ നിന്നാണ്. സ്വന്തമായിട്ടൊരു ജീവിതമാർഗം തേടി ഞാൻ ഈ നാട്ടിൽ വന്നതാണ്. എൻ്റെ സകല ഭാവിയും ഇതോടെ തീർന്നു സിസ്റ്റർ. ഞാൻ തന്നെ എനിക്ക് ശവക്കുഴി തോണ്ടി. നാട്ടുകാരെന്നെ മർദ്ദിച്ച് പോലീസിലാക്കി. പോലീസിൻ്റെ പിന്നാലെയുണ്ട്. എനിക്ക് മാപ്പ് തരണം സിസ്റ്റർ. ഈ ലോകത്താരെങ്കിലും എൻ്റെ തെറ്റിന് മാപ്പ് തരണം. അയാൾ കരയാൻ തുടങ്ങി. മദറിൻ്റെ മനസ്സ് ആ കണ്ണീരിന് മുമ്പിൽ അലിഞ്ഞു. നിങ്ങളുടെ പേരെന്താ? പ്രിൻസ്. സാരല്ല, കരയാതിരിക്കൂ. ഞാൻ നിങ്ങളെന്തായാലും പോലീസിന് ഏൽപ്പിക്കില്ല. തെറ്റ് ചെയ്യാത്തവരാരുമില്ല കുഞ്ഞെ. ദൈവത്തിന് മുമ്പാകെ എല്ലാവരും തെറ്റുകാരാ. പെട്ടെന്ന് സന്ദർശകമണി മുഴങ്ങി. അല്പം കഴിഞ്ഞ് മദറിൻ്റെ വാതിലിൽ ആരോ മുട്ടി. സിസ്റ്റർ, പോലീസായിരിക്കും. ദയവേതിട്ട് എന്നെ പോലീസിൽ ഏൽപ്പിക്കരുത്. രക്ഷിക്കണം, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. പ്രിൻസ് മദറിൻ്റെ കാൽക്കൽ വീണു. നിങ്ങളിവിടെ നിന്നോളൂ, ഞാൻ വാതിൽ തുറക്കട്ടെ. പ്രിൻസ് മദറിൻ്റെ മുറിയുടെ മൂലയ്ക്ക് ഒളിച്ചു നിന്നു. മദർ കതക് തുറന്നു. മദർ, പോലീസ് വെളിയിൽ വന്ന് നിൽക്കുന്നുണ്ട്, സിസ്റ്റർ വന്ന് പറഞ്ഞു. മദർ വാതിൽ ചാരിയിട്ട ശേഷം സന്ദർശക മുറിയിലേക്ക് എത്തി. പോലീസ് പാർട്ടി അകത്തിരിപ്പുണ്ട്. മദറെ, ഈ മഠത്തിലേക്കൊരു ചെറുപ്പക്കാരൻ ഓടി വന്നോ? ഇല്ല, ഇങ്ങോട്ട് ഓടിക്കയറി എന്നൊരാൾ പറഞ്ഞു. അതുകൊണ്ട് വന്നതാ. ഇവിടെ ആരും വന്നില്ലല്ലോ. എന്തായാലും സൂക്ഷിച്ചോണം. ഒരു 13-കാരിയെ ബലാത്സംഗം ചെയ്തത് തെമ്മാടി ഞങ്ങളെ വെട്ടിച്ചോടിയിട്ടുണ്ട്. ഈ പരിസരത്തെക്കാനും വന്നാൽ സൂത്രത്തിൽ വിളിച്ചിരുത്തിയിട്ട് ഞങ്ങളെ ഒന്ന് അറിയിച്ചേക്കണം. ശരി. ചെറുപ്പക്കാരനാ, കാഴ്ചയ്ക്ക് യോഗ്യനാ. കൈ കിട്ടിയാൽ അവൻ്റെ എല്ല് ഞങ്ങൾ ഊരും. അവന് ഈ പരിസരം വിട്ടു പോകാൻ സാധ്യതയില്ല. കരുതിയിരുന്നോണം. ഉവ്. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. പോലീസ് പാർട്ടി ഈ സ്ഥലം വിട്ടു. മദർ മുറിയിൽ തിരിച്ചെത്തി. പേടിച്ചു വിറച്ചു നിന്ന പ്രിൻസിനെ കണ്ടപ്പോൾ മദറിന് സഹതാപം തോന്നി. ഞാനെൻ്റെ ഉടുപ്പിട്ടതിൽ പിന്നെ ആദ്യമായിട്ടാണ് ഒരു നുണ പറയുന്നത്, അതും ഒരു കുറ്റവാളിയെ രക്ഷിക്കാൻ വേണ്ടി. പോലീസിനോട്. പോലീസ് പോയോ സിസ്റ്റർ? പോയി. സിസ്റ്റർ, എന്നെ ഇപ്പോൾ ഇറക്കി വിടരുത്. പോലീസ് ഈ ഭാഗത്ത് തന്നെ കാണും. നിങ്ങളൊന്ന് സമാധാനിക്ക് സിസ്റ്റർ. ഞാൻ ഈ നാട് വിട്ട് എവിടേക്കെങ്കിലും പോയിക്കോട്ടെ. 1 മണിക്കൂർ കൂടി എന്നെ ഇവിടെ നിർത്തണം. ശരി. 1 മണിക്കൂർ കഴിയുമ്പോൾ സ്ഥലം വിട്ടോണം. ഉവ്. ആ 1 മണിക്കൂർ നേരം മദർ അയാളെ അവിടെ നിർത്തി. മാനത്ത് മഴയ്ക്കുള്ള വട്ടം കൂട്ടലുകൾ നടക്കുന്നു. ഇടിമുഴക്കം. കൊള്ളിയാൻ മിന്നി. മഴ ഉതിർന്നു വീണു. സിസ്റ്റർ, ഞാൻ ഈ മഴയത്ത് രക്ഷപ്പെട്ടോളാം. ജീവിതത്തിൽ ഒരിക്കലും ഞാൻ സിസ്റ്ററിനെ മറക്കില്ല. 100 വട്ടം ഞാൻ സിസ്റ്ററിനെ നന്ദിയോടെ സ്മരിക്കും. പോട്ടെ സിസ്റ്റർ. ഈ മഴയത്ത് മഴയുടെ മറവിൽ രക്ഷപ്പെട്ടോളാം സിസ്റ്റർ. മദർ വാതിൽ തുറന്നു കൊടുത്തു. അയാൾ മഴ നനഞ്ഞ് വെളിയിലേക്ക് ഓടി. സമയം രാത്രി 10 മണി. കട്ട പിടിച്ച് ഇരുട്ട്. ചില സ്ഥലത്ത് വഴിവിളക്കുകൾ തെളിഞ്ഞു നിൽക്കുന്നു.
പട്ടണത്തിലേക്ക് ഇറങ്ങിയാൽ പോലീസ് പിടിക്കും. കുടിസു വഴികളിലൂടെ നടക്കാം. അയാൾ പരിസരത്തു നിന്നും ഓടിയാകുന്നു. ദൈവമേ, ഇനി എങ്ങോട്ട് പോകും? 4 മൈലോളം അയാൾ ഗ്രാമത്തിലൂടെ ഓടി. എങ്ങനെയെങ്കിലും കോട്ടയത്തെത്തണം. അവിടെ നിന്ന് വല്ല കളർ ട്രെയിനോ കയറി സ്ഥലം വിടാം. ഓടി ഓടി മടുത്തു. ഇനി ഓടാൻ വയ്യ. അയാൾ മെല്ലെ നടന്നു. പെട്ടെന്നൊരു വീടിൻ്റെ മുമ്പിൽ നിന്നും വലിയൊരു കൂട്ടക്കരച്ചിൽ. എന്തുപറ്റി? ആരോ മരിച്ചിട്ടുണ്ടെന്ന് തോന്നി. വഴിയിലൊരു ആംബുലൻസ് വന്നു നിന്നു. ആൾക്കാർ ഓടിക്കൂടി. പെട്ടെന്ന് ആംബുലൻസിൽ നിന്നും ശവമിറക്കുന്നത് അയാൾ കണ്ടു. മെഡിക്കൽ കോളേജ് വക ആംബുലൻസ് ആണെന്ന് തോന്നുന്നു. അയാൾ ആ പരിസരത്ത് ചുറ്റിപ്പറ്റി നിന്നു. ആംബുലൻസ് പോകുമെന്ന് തോന്നുന്നു. ഡ്രൈവറോട് ചോദിച്ചാൽ ഒരു ലിഫ്റ്റ് തരുമായിരിക്കും. ഡ്രൈവർ ആംബുലൻസിൽ കയറി. പെട്ടെന്ന് പ്രിൻസ് അയാളുടെ അടുത്തെത്തി. സാർ കോട്ടയത്തിനാണോ? അതെ. ഒരു ലിഫ്റ്റ് തരാമോ? കയറിക്കോ. പ്രിൻസ് ആംബുലൻസിൻ്റെ ബാക്ക് സീറ്റിൽ കയറി. ലുങ്കിയും ഷർട്ടും ഒക്കെ നനഞ്ഞു കുതിർന്നിരുന്നു. തണുത്ത കാറ്റടിച്ചപ്പോൾ അയാൾ വിറയ്ക്കാൻ തുടങ്ങി. ദൈവമേ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. തനിക്കോ ആ നിമിഷം തോന്നിയ ദുർവിധി അങ്ങനെ തോന്നിയില്ലായിരുന്നെങ്കിൽ ഇതുപോലെ അലയണമായിരുന്നു. ഇനി ഞാൻ അങ്ങോട്ട് പോകും. എവിടെ അന്ത്യം ഉറങ്ങും? ഇടിവെട്ടാനോ പാമ്പ് കടിക്കാനോ ഇരുന്ന സമയത്താണ് ഞാൻ ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തത്. മിനിക്കുട്ടി. ആ കിളുന്ന പെണ്ണ് കാരണം തൻ്റെ ജീവിതം തകർന്നു. ആംബുലൻസിന് അതിവേഗം പാഞ്ഞപ്പോൾ അയാൾ ചിന്തയിലാണ്ടു. 11 മണിയായപ്പോൾ മെഡിക്കൽ കോളേജ് വക ആംബുലൻസ് കോട്ടയത്തെത്തി. നിങ്ങൾക്ക് എവിടെയാണ് ഇറങ്ങേണ്ടത്? റെയിൽവേ സ്റ്റേഷൻ വരെ പോകണം. കളക്ട്രേറ്റിനടുത്ത് വണ്ടി നിന്നു. അയാൾ ഡ്രൈവറോട് നന്ദി രേഖപ്പെടുത്തിയ ശേഷം വണ്ടിയിൽ നിന്നും ഇറങ്ങി. ആംബുലൻസ് മുന്നോട്ട് നീങ്ങി. പ്രിൻസ് പലരോടും വഴി ചോദിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി രാത്രി 1 മണിക്കേ ട്രെയിനുള്ളൂ, അതും ട്രിവാൻഡ്രം മെയിൻ. അയാൾ റെയിൽവേ സ്റ്റേഷനിലൂടെ കറങ്ങി നടന്നു. കള്ള ട്രെയിൻ കയറാനൊന്നും അയാൾക്ക് വശമില്ല. ട്രെയിൻ വരാറായപ്പോൾ അയാൾ പ്ലാറ്റ്ഫോമിലെത്തി. യാത്ര പുറപ്പെടാനും യാത്ര അയക്കാനും വന്നവർ. ദൈവമേ, വല്ലാതെ വിശക്കുന്നു. ഒരു ചായ കിട്ടിയാലും മതിയായിരുന്നു. മറ്റുള്ളവർ ചായയും മസാല ദോശയും ഉഴുന്നുവടയൊക്കെ കഴിക്കുന്നത് കണ്ടപ്പോൾ അയാളുടെ നാവിൽ വെള്ളം മുറി. കാലണ കയ്യിലില്ല. നാവിലൂറിയ വെള്ളം നുണഞ്ഞിറക്കുമ്പോൾ പ്ലാറ്റ്ഫോമിലൂടെ നടന്നു. റെയിൽവേ പോലീസ് ഇടയ്ക്കിടയ്ക്ക് കവാത്ത് നടത്തുന്നുണ്ട്. പെട്ടെന്ന് ചെകുത്താൻ വരുന്നത് പോലെ ട്രിവാൻഡ്രം മെയിൽ പാഞ്ഞെത്തി. ആളുകൾ ഇറങ്ങി കയറി. പ്രിൻസും ഒരു കമ്പാർട്ട്മെൻറ്റിൽ വലിഞ്ഞു കയറി. രാത്രി ആയതുകൊണ്ട് യാത്രക്കാർ കുറവായിരുന്നു. 7 മിനിറ്റ് നേരത്തെ വിശ്രമത്തിന് ശേഷം ട്രെയിൻ സൈറം മുഴക്കി മുമ്പോട്ട് നീങ്ങി. ചായ കാപ്പി വട, ഉഴുന്നുവട, പലഹാര പാനീയങ്ങൾ പലതും കമ്പാർട്ട്മെൻറ്റിലൂടെ നീങ്ങി. പ്രിൻസിൻ്റെ അടുത്തിരുന്ന ഒരാൾ സിഗരറ്റിന് തീ കൊളുത്തി. ഒന്ന് പുകയ്ക്കാൻ കിട്ടിയിരുന്നെങ്കിൽ. സർ, ബീഡിയുണ്ടോ? രണ്ടും കെട്ടയാൾ അടുത്തിരുന്ന യാത്രക്കാരനോട് ചോദിച്ചു. സിഗരറ്റ് തരാം. മതിയോ? മതി. അയാളൊരു സിഗരറ്റും തീപ്പെട്ടിയും കൊടുത്തു. പ്രിൻസ് സിഗരറ്റിന് തീ കൊളുത്തിയ ശേഷം ചിന്തയിലിരുന്നു. സുന്ദരിമാരും സുന്ദരന്മാരും ആ കമ്പാർട്ട്മെൻറ്റിലുണ്ട്. ആരെയും ശ്രദ്ധിക്കാതെ അയാൾ കുറ്റബോധത്തോടെ ഇരുന്നു. എവിടെ പോകാനാ? അടുത്തിരുന്ന ആൾ ചോദിച്ചു. ട്രിവാൻഡ്രം. പക്ഷേ പിന്നീട് അയാളൊന്നും ചോദിച്ചില്ല. കടകട ശബ്ദത്തോടെ ആ ട്രെയിൻ ചീറിപ്പാഞ്ഞു. കൊല്ലം അടുക്കാറായി. പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞു. പെട്ടെന്നാണ് TTR ടിക്കറ്റ് പരിശോധിക്കാനായിട്ട് അങ്ങോട്ട് വന്നത്. പ്രിൻസ് വിറയ്ക്കാൻ തുടങ്ങി. രക്ഷപ്പെടാനൊരു പഴുതും കാണുന്നില്ല. എല്ലാവരുടെയും ടിക്കറ്റ് പരിശോധിച്ച ശേഷം TTR പ്രിൻസിൻ്റെ അടുത്തെത്തി. ടിക്കറ്റ്? പ്രിൻസ് ഒന്നും മിണ്ടിയില്ല. എവിടെ ടിക്കറ്റ്? സർ, ടിക്കറ്റ് ഇല്ല. രൂപയുണ്ടോ കയ്യിൽ? ഇല്ല. ഗുവാഹട്ടി മുതൽ ഇവിടെ വരെയുള്ള ഡബിൾ ചാർജ് തരാൻ സാധിക്കുമോ? ഇല്ല. എഴുന്നേൽക്കടാ. പ്രിൻസ് എണീറ്റു. റാസ്കൽ, നീ എന്താ വിചാരിച്ചത്? പിന്നെ എന്തിനാ ട്രെയിനിൽ കയറിയത്? വണ്ടി നിൻ്റെ അമ്മാവൻ്റെ വകയൊന്നുമല്ലല്ലോ. TTR അയാളുടെ കോളറിന് ചാടിപ്പിടിച്ചു. സാർ, ദയവേത് എന്നെ രക്ഷിക്കണം. ഞാൻ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിക്കൊള്ളാം. നീ ഇറങ്ങണ്ട. നിന്നെ റെയിൽവേ പോലീസിനെ പിടിച്ചേൽപ്പിച്ചിട്ട് ഞാൻ വണ്ടി കയറൂ. TTR അയാളെ പിടിച്ചു നിർത്തി. സാർ, പ്ലീസ് എന്നെ രക്ഷിക്കണം. യു ബ്ലഡി റാസ്കൽ, ഷട്ട് യുവർ മൗത്ത്. ആ കമ്പാർട്ട്മെൻറ്റിലിരുന്ന യുവതികളും യുവാക്കളും എല്ലാം അയാളെ നോക്കി. ട്രെയിൻ കൊല്ലത്തെത്തി. ഇറങ്ങണം അങ്ങോട്ട്. TTR അയാളെ ബലമായി പിടിച്ചുകൊണ്ട് റെയിൽവേ പോലീസിനെ ഏൽപ്പിക്കാൻ പോയി. ദൈവമേ, ഇവിടെ അകപ്പെട്ടാലും തനിക്ക് രക്ഷയില്ല. പോലീസ് തന്നെ പൊക്കും. പ്രിൻസ് ഒരു നിമിഷം ആലോചിച്ചു. പിന്നെ ഒട്ടും വൈകിയില്ല. TTRനിട്ടൊരു താത്തീര്. TTR പ്ലാറ്റ്ഫോമിൽ കമന്നടിച്ച് വീണു. പ്രിൻസ് മാരത്തോൺ ഓട്ടം ആരംഭിച്ചു. എവിടെയും അയാളുടെ ഫസ്റ്റ് എയ്ഡ് ഓട്ടമാണ്. ഒരു ആംഗ്ലോ ഇന്ത്യൻ യുവതിയെ തട്ടി താഴേറ്റ ശേഷം അയാളെ റെയിൽവേയിലൂടെ അതിവേഗം ഓടി. യുവതിയുടെ കയ്യിലിരുന്ന കൊച്ചു തെറിച്ചുപോയി. അത് നീര് പോലെ കരയാൻ തുടങ്ങി. ആൾക്കാർ ഓടിക്കൂടിയപ്പോഴേക്കും പ്രിൻസ് വളരെ അകലെയായി. റെയിൽവേ പോലീസ് അയാളുടെ പിന്നാലെ ഓടി.
ചിന്നക്കടയുടെ ഓവർ ബ്രിഡ്ജിലേക്ക് അയാൾ ഓടിക്കയറി. പിന്നാലെ റെയിൽവേ പോലീസ് ഓടി വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ അയാൾ റോഡിന് കുറുകെ ചാടി. ആ സമയം പാഞ്ഞു വന്ന ഒരു ബെൻസ് കാർ അയാളെ ഇടിച്ചു താഴെയിട്ടു. കാറ് സഡൻ ബ്രേക്ക് ചെയ്തു. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നു. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാടാണ്. കേൾക്കൂ കേട്ടുകൊണ്ടിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും.